ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആണ്. നമുക്ക് സ്നാപ്സീഡ് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോനെ നമുക്ക് സ്നാപ്സീഡിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ സ്നാപ്സീഡ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വേണ്ടത് ഈ ഫേസിൽ ഒരു റെഡിഷ് കളർ കിടക്കുന്നുണ്ട്, അത് ഫസ്റ്റ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ മെനുവിൽ പോയിട്ട് ട്യൂൺ ഇമേജ് ക്ലിക്ക് ചെയ്യണം. ബ്രൈറ്റ്നെസ് ഒരു 15 ആ റേഞ്ചിലാക്കാം. പിന്നെ നമ്മൾ ഫോട്ടോൻ്റെ ആ റെഡിഷ്നെസ് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ വേണ്ടത് ആംബിയൻസ് ആണ്. ആംബിയൻസ് ഒരു 15-18 ആ റേഞ്ചിലാക്കാം. പിന്നെ ഹൈലൈറ്റ്സും ഒരു 20 വരെ എത്തിക്കുക. അപ്പോൾ നമ്മുടെ ഫേസ് ഓൾറെഡി നമുക്ക് ചേഞ്ച് ആയതായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മെയിനായിട്ടുള്ള ഘടകം ഡബിൾ എക്സ്പോഷർ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഗ്രീൻ കളർ ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിന് നമുക്ക് ഓൾറെഡി ഇത് നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. കുറേ ഒരു എന്തുകൊണ്ടതിനെ പറയാം, ഈ റെഡ് ലീവ്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അങ്ങനത്തെ ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് അനുസൃതമായ രീതിയിൽ നമ്മൾ ആ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളൊരു ഡ്രോപ്പിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അത് ഫുള്ളായിട്ട് ആക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് ഈ കളർ നമുക്ക് വ്യാപിപ്പിക്കുക. അതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഓക്കെ ടിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് സൈഡിൽ റൈറ്റിൽ ടോപ്പ് സൈഡിൽ സെക്കൻഡ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ എഡിറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ബോക്സിൻ്റെ ചിഹ്നത്തിൽ എഡിറ്റ് എന്നുള്ള ഇത് മീൻ ചെയ്തിട്ടുള്ള എഡിറ്റ് എന്നാണ്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ബ്രഷിൻ്റെ ചിഹ്നമുള്ളത്, അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടേക്കാണോ റെഡിഷ് കളർ വേണ്ടത് അവിടെ നമ്മൾ ഒന്ന് ഇവിടെ അടിയിൽ 100 ആക്കിയതിന് ശേഷം ഇവിടെ അടിയിൽ 100 ആക്കിയതിന് ശേഷം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ മേല് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ ഏരിയകളിലും മീൻസ് ശരീരത്തിൽ തട്ടാതെ ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ കളർ ചെയ്യുകയാണ്. നമുക്കപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് ഫില്ലാവുന്നുണ്ടെങ്കിൽ വളരെ സൂം ചെയ്തിട്ട് ആ സ്ഥലങ്ങൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. സൂം ചെയ്തിട്ട് വേണം ഇത് ഷെയ്ഡ് ചെയ്യുമ്പോൾ. പിന്നെ ഇൻ കേസ് നമ്മുടെ ഇങ്ങനെ കളർ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 0 ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്ഷനാണ് ഏറ്റവും വേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു ഏച്ചുകൂട്ടൽമാതിരി തോന്നും. അതുകൊണ്ട് നമ്മൾ മാക്സിമം സൂം ചെയ്തിട്ട് മറ്റേ പഴയ കളർ മാക്സിമം ഇല്ലാതാവുന്ന രീതിയിൽ വേണം എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അത്ര സൂം ചെയ്തിട്ട് എത്ര മൈന്യൂട്ടായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്ന ഒരു ഗ്രീൻ കളറാണ്. അപ്പോൾ അത് കളയണമെങ്കിൽ അത്ര സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഗ്രീൻ കളർ എടുത്ത് കാണിക്കും. നന്നായി സൂം ചെയ്തിട്ട് മാക്സിമം സൂം ചെയ്തിട്ട് എത്രയാണോ നമുക്ക് കളയാൻ പറ്റുക അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആ ഫോട്ടോയ്ക്കൊരു മെനി ഉണ്ടാവുള്ളൂ. അപ്പോൾ കാണാമല്ലോ, നിങ്ങൾക്ക് ചെറുതായിട്ടൊരു കളർ ഇവിടെ കയറിക്കണമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഷെയ്ഡ് ചെയ്ത് ചെയ്യുമ്പോൾ ആ 0 ആക്കിയതിന് ശേഷം ഷെയ്ഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ കളർ പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പെർഫെക്ഷൻ ആണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ കളറ് ഡ്രസ്സുമ്മേക്ക് കയറിപ്പോയാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ട് സൂം ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വരും. ഒന്നും നമുക്ക് മാക്സിമം ടൈം എടുക്കും ചെയ്യാനായിട്ട്. ടൈം എടുത്ത് തന്നെ ചെയ്യണം. ആട്ടിക്കൂട്ടലിൽ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോൻ്റെ ഭംഗിയും പോവും. ഇപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ട് കയറി വന്നിട്ടുണ്ട്, അത് നമ്മളൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ പോയിക്കോളും. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് എഡിറ്റിങ്ങിൻ്റെ ഒരു 90% പണി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ സേവ് കൊടുക്കുകയാണ് ഈ ഫോട്ടോനെ. അപ്പോൾ സേവ് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡിഫക്റ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ എനിക്കൊരു ചെറിയ ഡിഫക്റ്റ് തോന്നുന്നു, ഫേസ് ഇപ്പോഴും ബ്രൈറ്റ്നെസ് കുറവാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഫേസിൻ്റെ ഒന്ന് കളർ കൂട്ടാണ്. അപ്പോൾ നമ്മൾ വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മുടെ ഫേസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് ഫേസിൻ്റെ അവിടെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ കളറൊന്ന് ഇൻക്രീസ് ആവും. അല്ലെങ്കിൽ ഒരു ചെറുതായിട്ട് നല്ല രീതിയിലൊരു ബ്ലാക്കിഷ് കളർ അവിടെ എടുക്കുന്നുണ്ട്. ഒന്നാമത് ഹെവി ലൈറ്റിലെടുത്ത ഫോട്ടോ ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. പിന്നെ നമുക്ക് ഈ കേവ് ലൈറ്റായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോട്ടോൻ്റെ ഒരു അപ്പർച്ചർ തന്നെ ഫുള്ളായിട്ട് ചേഞ്ച് ആവും. നമുക്ക് ഫോട്ടോൻ്റെ ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് വേണം, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ ട്യൂണിങ് ഒന്നും കൂടി നമ്മൾ ചെയ്യണം. ട്യൂണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രൈറ്റ്നെസ് അധികം കൂട്ടാതെ നമ്മുടെ ആംബിയൻസ് കൂട്ടാനാണ് ട്രൈ ചെയ്യേണ്ടത്. ആംബിയൻസും എല്ലാം ഒരു 10 വെച്ചിട്ട് കൂട്ടുക. നിങ്ങൾക്ക് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എഡിറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഓൾറെഡി ഒരു ക്രിസ്പിനെസ്സും എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ പോർട്രേറ്റിൽ പോകണം.
പോർട്രേറ്റിൽ പോയതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ലൈറ്റായിട്ട് നമ്മൾ 30 ആണ് ഓൾറെഡി ക്ലിക്ക് ചെയ്യുമ്പോൾ വരിക. നമുക്ക് 30 ഒന്നും വേണ്ട, ഒരു 5 to നിർത്തുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സ്കിൻ സ്മൂത്തനിങ് ഉണ്ടാവും, അത് നമുക്കൊരു 15 നിർത്തുകയാണ്. 15 നിർത്താണ്. പിന്നെ വേണ്ടത് ഐ ക്ലാരിറ്റി നമ്മളൊരു 15 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ ടോട്ടലി ഇപ്പോൾ ഒരു ചേഞ്ചായി, നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫേസിൽ ഓൾറെഡി ചേഞ്ച് ആയി. അപ്പോൾ നമ്മുടെ ഫോട്ടോ എഡിറ്റിംഗ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി. താങ്ക്